തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ വേളകളിൽ മുസ്ലിം വനിതകൾ നൃത്തം ചെയ്യുന്നത് മതവിരുദ്ധമെന്ന വിമർശനവുമായി മതപണ്ഡിതരും ചില ലീഗ് നേതാക്കളും പൊതുവേദികളിൽ മുസ്ലിം വനിതകളും ആണുങ്ങളും ഇടകലർന്ന് നൃത്തം ചെയ്യാൻ അനുവദിക്കില്ലെന്നും മതപണ്ഡിതരുടെ താക്കീത്. മുസ്ലിം വനിതകൾക്ക് ഈ വിധം സ്വാതന്ത്ര്യം നൽകിയത് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമാണെന്നും രൂക്ഷ വിമർശനം. UDFിന്റെ വിജയാഹ്ലാദ പ്രകടനങ്ങളിൽ മുസ്ലിം വനിതകൾ സജീവമായി പങ്കുചേരുന്നതും തെരുവീഥികളിൽ നൃത്തച്ചുവടുകളുമായി സന്തോഷം പങ്കുവയ്ക്കുന്നതുമാണ് തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനത്തിന് ശേഷം വടക്കൻ ജില്ലകളിൽ വ്യാപകമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ത്രിതല തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ വനിതകൾക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചതും പ്രചരണ രംഗങ്ങളിൽ അവർ സജീവമായതുമൊന്നും ഇടുങ്ങിയ മതചിന്താഗതികൾ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് അംഗീകരിക്കാൻ വലിയ വിഷമമായിരുന്നു. എന്നാൽ നിയമാനുസൃത സംവരണമായതിനാൽ മത്സര രംഗത്ത് നിന്ന് അവരെ മാറ്റി നിർത്താനും കഴിയില്ലായിരുന്നു. ഫലപ്രഖ്യാപനത്തിന് ശേഷം ആഹ്ലാദാരവങ്ങളോടെ അവർ തെരുവിലിറങ്ങിയതും നൃത്തച്ചുവടുകൾ വെച്ചതും യാഥാസ്ഥിതികരായ പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായിരുന്നില്ല. ഇത് മതവിശ്വാസങ്ങൾക്ക് നിരക്കുന്നതല്ലെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും മതവിശ്വാസികൾ മാറി നിൽക്കണമെന്നും ചില മതപണ്ഡിതർ രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. ഈ അവസരം ഉപയോഗപ്പെടുത്തി സാമുദായിക സംഘടനകൾ തമ്മിലുള്ള പോര് ശക്തമാക്കാനും നീക്കങ്ങൾ നടന്നുവെന്നതാണ് ശ്രദ്ധേയം. മുസ്ലിം വനിതകൾക്ക് വേണ്ടാത്ത സ്വാതന്ത്ര്യം നൽകി അവരെ തെരുവിലിറക്കാൻ അവസരം നൽകിയത് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമാണെന്ന ആരോപണവുമായി റഹ്മത്തുള്ള സഖാഫി എളമരത്തെ പോലെയുള്ള മതപണ്ഡിതർ രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലായിരുന്നു. കാന്തപുരം AP സുന്നി വിഭാഗം നേതാവും പ്രമുഖ മതപ്രഭാഷകനുമാണ് റഹ്മത്തുള്ള സഖാഫി. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ടുള്ള റഹ്മത്തുള്ള സഖാഫിയുടെ വാക്കുകൾ ഈ വിധത്തിലാണ്: മുസ്ലിം വനിതകളെ വ്യാപകമായി വോട്ട് പിടിക്കാൻ ഇറക്കിയതും പ്രകടനങ്ങളിൽ പ്രദർശിപ്പിച്ചതും ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിയാണ്. ബാഫക്കി തങ്ങളുടെ കാലത്ത് MES സ്ത്രീകളെ റോഡിൽ ഇറക്കാൻ ശ്രമിച്ചപ്പോൾ മുസ്ലിം ലീഗ് അവരുമായുള്ള ബന്ധം തന്നെ വിച്ഛേദിച്ചിരുന്നു. വനിതകൾക്ക് സംവരണം വന്നിട്ടും ലീഗ് അവരെ പ്രകടനത്തിന് ഇറക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വെൽഫെയർ വന്നപ്പോൾ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. കൗമാരക്കാരായ മുസ്ലിം പെൺകുട്ടികൾ തുറന്ന വാഹനങ്ങളിൽ കയറി ഡാൻസ് ചെയ്ത് നീങ്ങുകയായിരുന്നു. മറ്റു സമുദായങ്ങളിലെ പെൺകുട്ടികൾ തീരെ കുറവായിരുന്നുവെന്നും സഖാഫി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതെല്ലാം മുസ്ലിം ഉമ്മത്ത് കാത്തു സൂക്ഷിക്കുന്ന അച്ചടക്കത്തെ നശിപ്പിക്കുമെന്നും പൂർവികരുടെ സാംസ്കാരിക തനിമ നശിപ്പിച്ചാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന താക്കീതും റഹ്മത്തുള്ള സഖാഫി എളമരം നൽകിയിട്ടുണ്ട്. അത്യന്തം സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ തന്നെയാണ് ഈ വിധം പ്രതികരണങ്ങളിൽ നിറഞ്ഞത്. മുസ്ലിം വനിതകൾ പൊതുമണ്ഡലങ്ങളിൽ സജീവമാകേണ്ടവരല്ലെന്നും വീട്ടകങ്ങളിൽ തന്നെ ഒതുങ്ങി അന്യപുരുഷന്മാരുടെ കാഴ്ചകളിൽ നിന്നും മാറി നിൽക്കേണ്ടവരാണെന്ന അബദ്ധജടിലമായ വാദങ്ങൾ ആണിതെന്ന് വ്യക്തം. സുന്നി മതപണ്ഡിതർ ഏറെ കാലമായി ആവർത്തിക്കുന്നതും ഇതുതന്നെയാണ്. മതപണ്ഡിതരെ മാറ്റി നിർത്താം, എന്നാൽ ഈ വിധം ഇടുങ്ങിയ വാദമുഖങ്ങളുമായി രാഷ്ട്രീയ നേതാക്കൾ തന്നെ രംഗത്തെത്തിയാലോ? ആധുനിക പൊതുസമൂഹത്തിന് എങ്ങനെയാണത് ഉൾക്കൊള്ളാൻ കഴിയുക? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയമാണ് ഇസ്ലാമിക സാമുദായിക സംഘടനാ നേതാക്കളുടെ ഭാഷയിൽ വനിതകൾക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഷാഫി ചാലിയം മുസ്ലിം വനിതകൾക്ക് താക്കീത് നൽകിയിരിക്കുന്നത്. വിമൻസ് കോളേജ് തെരഞ്ഞെടുപ്പ് വിജയം വിദ്യാർത്ഥിനികൾ ഡാൻസ് കളിച്ചും കെട്ടിപ്പിടിച്ചും ആഘോഷിക്കുന്നത് പോലെയല്ല, പൊതുനിരത്തിൽ ആണും പെണ്ണും ഇടപഴകി ഡാൻസ് ചെയ്താൽ ഉണ്ടാവുക എന്നാണ് ലീഗ് നേതാവിന്റെ നിരീക്ഷണം. മഹത്തായ സംസ്കാരവും പാരമ്പര്യവും മാറ്റിവെച്ച് പാശ്ചാത്യ DJ ഡാൻസും അട്ടഹസിക്കുന്ന പാട്ടും നൃത്തങ്ങളുമായി നമ്മുടെ കുട്ടികളെ കാണുന്നതിൽ ദുഃഖിക്കുന്ന രക്ഷാകർത്താക്കളും ആദരണീയരായ പണ്ഡിതരും നമ്മുടെ പാർട്ടിയിലുണ്ടെന്നും ആഘോഷം അതിര് കടക്കരുതെന്നും രൂക്ഷ ഭാഷയിലാണ് ഷാഫി ചാലിയം ഓർമ്മപ്പെടുത്തുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം വനിതകൾ കൈവരിച്ച മുന്നേറ്റത്തിന്റെ കരുത്തിലാണ് യാഥാസ്ഥിതിക മതവാദങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം വനിതകൾ പരസ്യമായി രംഗത്തെത്തിയത്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശമാണെന്ന അവരുടെ പ്രഖ്യാപനം പലരെയും ഞെട്ടിച്ചിരുന്നു. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അടച്ചിടപ്പെടേണ്ടവരാണ് സ്ത്രീകളെന്ന ചിന്താഗതികൾക്കേറ്റ തിരിച്ചടി തന്നെയായിരുന്നു അത്. ഇപ്പോൾ വിജയാഹ്ലാദ വേദികളിൽ നിന്നും അവരെ തടയാൻ നടക്കുന്ന നീക്കവും അത്തരം ഇടുങ്ങിയ മതചിന്താഗതികളുടെ തുടർച്ചയാണ്. അതേസമയം മതപണ്ഡിതരും ചില രാഷ്ട്രീയ നേതാക്കളും ഇറക്കുന്ന ഈ വിധം ഫത്വകളെ അവഗണിക്കാൻ തന്നെയാണ് വലിയ വിഭാഗം മുസ്ലിം വനിതകളുടെയും തീരുമാനം. സോഷ്യൽ മീഡിയകളിൽ നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ വിരൽ ചൂണ്ടുന്നതും ഇതേ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ്.